റൺവേ നവീകരണത്തിനെന്ന പേരിൽ ഭാഗികമായി അടച്ചിട്ട കരിപ്പൂർ വിമാനത്താവളം പതുക്കെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടെന്ന് പരക്കെ ആശങ്കയുണ്ട്. ഈ ആശങ്കയെ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് എയർപോർട്ട് അതോറിറ്റി നൽകിയ കത്തിലുള്ളത്. എയർപോർട്ട് അതോറിറ്റിക്ക് കീഴിലുള്ള DGCA കരിപ്പൂർ വിമാനത്താവളത്തെ ക്രിട്ടിക്കൽ എയർപോർട്ടായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് കത്തിൽ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളം നിർമ്മിച്ചിട്ടുള്ളത് തന്നെ ചെറിയ വിമാനങ്ങളുടെ സർവീസിനു വേണ്ടിയാണ്. ഹജ്ജ് സർവീസിനു വേണ്ടി താൽക്കാലികമായി മാത്രമാണ് വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകിയതെന്ന് കത്ത് പറയുന്നു. പുതിയ ഭൂമി ഏറ്റെടുത്ത് റൺവേ വികസിപ്പിച്ചാലല്ലാതെ ഇനി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വലിയ വിമാനങ്ങൾ സർവീസ് നടത്തില്ല. എമിറേറ്റ്സിനും സൗദി എയർലൈൻസും എയർ ഇന്ത്യക്കും വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അനുവാദം നൽകിയിരുന്നത് 1-5 മുതൽക്ക് അത് 6 മാസത്തേക്ക് നിരോധിച്ചതും ബാൻ ചെയ്തെങ്കിലും കൂടി അത് അനന്തമായി നീളുന്നു. മാത്രമല്ല ഇനി അടുത്ത കാലത്തൊന്നും അതിന് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ അനുമതി ലഭിക്കില്ല എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്തുകളാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. പുതിയ സ്ഥലം ഏറ്റെടുക്കാൻ കേരള സർക്കാർ ഒരു തരത്തിലുള്ള ശ്രമവും നടത്തുന്നില്ല. കരിപ്പൂരിൽ പ്രവർത്തിച്ചിരുന്ന ഹജ്ജ് ഹൗസ് ഒഴിവാക്കി നെടുമ്പാശ്ശേരിയിൽ സ്ഥിരം ഹജ്ജ് ഹൗസ് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തുകയും ചെയ്തു. റൺവേ നവീകരണം എന്ന് തുടങ്ങുമെന്ന കാര്യം ഇപ്പോഴും അധികൃതർ വ്യക്തമാക്കുന്നുമില്ല. ഇതോടെ കരിപ്പൂർ വിമാനത്താവളം ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്ന് വ്യക്തമാകുന്നു. BK സുഹൈൽ, മീഡിയ 1, കോഴിക്കോട്.